ഞാൻ ഈ ഓഫ് ഡേയ്സിലില്ലേ ഡെയിലി ക്യാമറയും പൊക്കി പിടിച്ചിട്ട് ഈ പാർക്കിൽ വന്നിട്ട് ആ കിളിയുടെ ഫോട്ടോ, ഈ കിളിയുടെ ഫോട്ടോ, ഈ സ്റ്റാച്ചുവിൻ്റെ ഫോട്ടോ ഇതൊക്കെ എടുത്ത് വെച്ച് ചുമ്മാ അങ്ങനെ എഡിറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിലിടും. സംഭവം ഇവിടെ കാണാനൊക്കെ അടിപൊളി വൃത്തിയാണ്, നല്ല രസമാണ്, കിളികളൊക്കെ അടിപൊളിയാണ് ഒക്കെ ആണെങ്കിലും കൂടി ഈ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അത് സെല്ല് ചെയ്യാന്നുള്ള സംഭവം ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഏതൊക്കെ പ്ലാറ്റ്ഫോം എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എന്തായാലും ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കില്ലേ എന്നുള്ള ലെവലിൽ കുറച്ച് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെയൊക്കെ നമുക്ക് സെല്ല് ചെയ്യാം ഫോട്ടോസ് എന്നുള്ളത്. അങ്ങനെ കിട്ടിയുള്ള കുറച്ച് ഇൻഫോർമേഷൻസും കുറച്ച് വെബ്സൈറ്റുകളും പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ വീഡിയോ വരാനുള്ള മെയിൻ കാരണം. എന്തായാലും പാർക്കിൽ വന്നിരുന്നതിൻ്റെ ഒരു ഗുണം കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഈ സംഭവത്തിൽ ഒരു പാസീവ് ഇൻകമായിട്ട് കാണാം. അതായത് നമ്മൾ ഒരു ഐറ്റംസ് അപ്ലോഡ് ചെയ്തിട്ട് അതുവഴി ഡേ ബൈ ഡേ അല്ലെങ്കിൽ മന്ത്ലി നമുക്ക് ഏണിങ്സ് വരുന്നു, നമ്മളതിൽ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല. അങ്ങനത്തെ ഒക്കെ ഒരു മെൻറ്റാലിറ്റിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ്ഫുൾ ആവുക. അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെയാണ് ഇത് വളരെ യൂസ്ഫുൾ ആവുക. എല്ലാത്തവർക്കും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഫ്രീ പിക്ക് എന്നാണ്. ഡിസൈനിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പ്ലാറ്റ്ഫോം വളരെ അറിയുന്നതായിരിക്കും. ഇനി ഇതിലെങ്ങനെ നമുക്ക് ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം? ആദ്യം തന്നെ നമ്മൾ ഫ്രീ പിക്കിൻ്റെ കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഫ്രീ പിക്കിൻ്റെ കോൺട്രിബ്യൂട്ടർ അത് പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പിലാണ് നോക്കുന്നുണ്ടെങ്കിൽ ഫ്രീ പിക്ക് കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ ഈ പേജ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ നോർമലി നമ്മൾ ജിമെയിൽ വെച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഇവർ കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. ഇത്ര ഫോട്ടോസ് ഇട്ട് കൊടുത്താലാണ് അവർ നിങ്ങൾക്ക് എത്രത്തോളം ഫോട്ടോ എടുക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അത് ബ്ലറാണോ അല്ലെങ്കിൽ അവരുദ്ദേശിച്ച പോലത്തെ ഒരു ടൈപ്പാണോ നിങ്ങൾ ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുറച്ച് ക്രൈറ്റീരിയാസ് പറയും. ഇങ്ങനെ വേണം ഫോട്ടോ, അങ്ങനെ വേണം ഫോട്ടോ, ഇതിങ്ങനെ പാടില്ല എന്നുള്ളതൊക്കെ ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടാവും. ആ ക്രൈറ്റീരിയ ഒക്കെ ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒരു സംശയം വരും, ഇതിപ്പോൾ ഫോട്ടോസ് മാത്രം എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്കല്ലേ പറ്റുള്ളൂ. ഞാനിതിൽ ക്യാമറയിൽ തന്നെ ഫോട്ടോ എടുക്കണമെന്ന് പറയില്ല. ക്യാമറ മീൻസ് DSLR ക്യാമറയിൽ ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ പറയില്ല. ഫോണിലായാലും പറ്റും. ഫോണിൽ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർക്കും ഇത് ചെയ്യാൻ പറ്റും. ഇത് ക്യാമറ മറ്റേ DSLR മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർക്കല്ല ഉദ്ദേശിക്കുന്നത്. മിനിമം ഒരു 10 ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നിലവിൽ 25 എന്നൊക്കെ പറയുന്നത്, പക്ഷേ 10 ഞാനിട്ടപ്പോൾ കിട്ടിയത്. എനിക്ക് റിവ്യൂവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് 10 ഫോട്ടോസ് മതി എന്ന് അവർ പറഞ്ഞത്. ഇപ്പോൾ കൂടിയൊന്നും എനിക്കറിയില്ല. പക്ഷേ അവർ പറയുന്ന ക്രൈറ്റീരിയാസ് മൊത്തം ഫോളോ ചെയ്യാതെ എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. ഇവർ തരുന്ന ക്രൈറ്റീരിയാസ് അല്ലാണ്ട് നമുക്ക് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരില്ല. ഇത് ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇത് കുറച്ച് എന്താ പറയുക ഔട്ട്സ്റ്റാൻഡിങ് ആണ് എന്ന് തോന്നുന്ന ഫോട്ടോസൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് വേണം ഇവർ പറയുന്ന ക്രൈറ്റീരിയ വെച്ച് കമ്പയർ ചെയ്തിട്ട് അത് ഫിക്സ്ഡ് ആക്കാൻ അപ്ലോഡ് ചെയ്യണം വേണ്ടെന്നുള്ളത്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഒറ്റയടിക്ക് റിജക്ഷൻ വരും. ഇനി റിജക്ഷൻ്റെ കാര്യം പറയാം. റിജക്ഷൻ്റെ ഭാഗം പറയുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ. കാരണം എങ്ങനെയൊക്കെയാണ് റിജക്ഷൻ വരിക എന്നുള്ള കാര്യമാണ്. ഒന്നാമത്തെ കേസ് ഞാൻ പറയാം. ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ആക്കിയപ്പോൾ എനിക്ക് എല്ലാതും റിജക്റ്റായി എന്ന് കരുതി ഞാൻ വിട്ടിട്ടില്ല, വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യും. പക്ഷേ റിജക്ഷൻ വരാണ്ടിരിക്കണമെങ്കിൽ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യണത് ഒന്നില്ലെങ്കിൽ അധികം ആൾക്കാർ എടുത്തിട്ടുള്ള ഫോട്ടോസ്. ഇപ്പോൾ ഉദാഹരണം ബുർജ് ഖലീഫയുടെ ഫോട്ടോ ഞാൻ എടുത്തു, ദുബായ് ബുർജ് ഖലീഫ. അത് കുറേ പേര് യൂസ് ചെയ്താൽ ചിലപ്പോൾ അത് കോപ്പി റൈറ്റഡ് ആയിരിക്കാം. കാരണം ആ പ്രോപ്പർട്ടി സ്പെസിഫിക് ആയിട്ട് ആൾക്കാർ മാത്രം ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സംഭവം ആയിരിക്കാം. എനിക്ക് അങ്ങനെയാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വന്നത്, കോപ്പിറൈറ്റ് വന്നിട്ടുള്ളത്, ഡിസ്ക്രിപ്ഷൻ കാണിച്ചത്. അതൊന്ന്. പിന്നെ ബ്ലർ ഇമേജ്, എവിടെയെങ്കിലും ഒരു ബ്ലർനെസ് ഫീൽ ചെയ്താൽ ചിലപ്പോൾ റിജക്ഷൻ വരും. ഇത് രണ്ടും മെയിനായിട്ട് നോട്ട് ചെയ്യുക. എനിക്ക് വന്നിട്ടുള്ള പ്രശ്നമാണ് ഇത്. പക്ഷേ നിങ്ങൾ മൊത്തത്തിലൊന്ന് ഇമേജ് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇൻ കേസ് ഇട്ട 10 ഫോട്ടോസും അടിച്ചു പോയെങ്കിൽ അല്ലെങ്കിൽ റിജക്റ്റ് ആയെങ്കിൽ സെക്കൻഡ് ചാൻസ് ഉണ്ട്. വീണ്ടും മുൻപത്തെ പ്രശ്നങ്ങൾ മാറ്റിയിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് ചാൻസിലും നിങ്ങൾ രക്ഷയില്ല, അതും അടിച്ചു പോയെങ്കിൽ ആ ജിമെയിൽ ലോഗൗട്ട് ചെയ്യുക, വേറെ ജിമെയിൽ വെച്ച് കയറിയിട്ട് വീണ്ടും ട്രൈ ചെയ്യുക.
ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടത് എന്തിനാ? ഒരു ഏണിങ്സ് വരും എന്നുള്ളൊരു ഹോപ്പ് വെച്ചിട്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ഈ റിജക്ഷൻ വന്നൊരു ജിമെയിൽ സൈൻ ഔട്ട് ചെയ്തിട്ട് വേറെയിൽ കയറിയിട്ട് വീണ്ടും ട്രൈ ചെയ്യുക. ഇനി ഫൈനലായിട്ട് ഏണിങ്സ് എത്ര കിട്ടുന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഏണിങ്സ് വരുന്നത് ഡോളറിലല്ല, യൂറോ ടൈപ്പിലാണ് ഏണിങ്സ് വരുന്നത്. പെർ ഡൗൺലോഡ്സിന് പോയിൻ്റ് വൈസാണ് നമുക്ക് കയറുള്ളൂ. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് ഒറ്റയടിക്ക് $1 അല്ലെങ്കിൽ €1 അങ്ങനെയൊന്നും കയറില്ല എന്ന് ഉറപ്പ് പറയാൻ കാരണം യൂട്യൂബേഴ്സിനൊക്കെ അറിയാൻ പറ്റും എങ്ങനെയാണെന്നത് ഉള്ള കാര്യങ്ങൾ. പോയിൻ്റ് ഇത്ര പൈസ അങ്ങനെ €1 ആയിട്ട് വരും. വലിയ ഹെവി പൈസ ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് ആയ കാരണം നമ്മൾ പഠിച്ചു വരുമ്പോൾ എങ്ങനത്തെ ഓഡിയൻസാണ് എങ്ങനത്തെ ഫോട്ടോസാണ് ഓഡിയൻസ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് പഠിച്ച് വരുമ്പോൾ ടൈം എടുക്കും. അതുവരേക്കും ചെറിയ ഏണിങ്സൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പാസീവ് ഇൻകമാണ്. എന്താ പറയുക, അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളിൽ ക്യാമറ ഉണ്ട് ഫോണിൽ, അതെന്തായാലും നമ്മൾ കാശ് കൊടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വാങ്ങുന്നതാണ്. ആ ക്യാമറയിൽ ഫോട്ടോ എടുത്താലും മതി, അല്ലെങ്കിൽ DSLR ഉണ്ടെങ്കിൽ അതിലും ചെയ്യാം. അപ്പോൾ ഒന്നൊരു ക്വാളിറ്റി കൂടിയും കിട്ടി. ഓക്കെ, ചെക്കൗട്ട് ചെയ്യുക freepik.com. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ മൊത്തത്തിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വൈസ് ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ട്യൂട്ടോറിയൽ പോലെ നിങ്ങൾക്ക് 1 by 1 കാണിച്ച് തരണമെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഞാൻ അത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. യൂറോ ബേസിലാണ് നമുക്ക് പൈസ കിട്ടുന്നത്. മന്ത്ലി പൈസ കിട്ടും. റിജക്ഷൻ വരും, സൂക്ഷിച്ച് ചെയ്യുക. ക്രൈറ്റീരിയാസ് വായിച്ച് നോക്കുക. ഫ്രീപിക്ക് കോൺട്രിബ്യൂട്ടർ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വെബ് വേർഷനിൽ ഫ്രീപിക്ക് കോൺട്രിബ്യൂട്ടറിന് സെർച്ച് ചെയ്ത് ആ വെബ്സൈറ്റിൽ കിട്ടും. ഓക്കെ, ആർക്കെങ്കിലും 10 ഫോട്ടോസും അപ്ലോഡ് ചെയ്ത് 10ഉം ആക്സെപ്റ്റ് ആയി എന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അത് ബാക്കിയുള്ള ആൾക്കാർക്ക് എൻകറേജ്മെൻ്റ് ആവും. ഞാനും ചെയ്യുന്നുണ്ട്. വീണ്ടും റിജക്ഷൻ കിട്ടി എനിക്ക് ഫസ്റ്റ്, ഞാൻ വീണ്ടും ചെയ്യുന്നുണ്ട്. ഞാനും ഒരു പാസീവും ആയിട്ട് അതിനെ കാണുന്നുണ്ട്. കാരണം നമ്മൾ ഫോട്ടോസൊക്കെ ഫോണിൽ വെറുതെ എടുത്ത് കൂട്ടുന്നതാണ്. നമുക്ക് വേറെ ഉപകാരമാണ്, ഏണിങ്സ് ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക എളുപ്പമല്ലേ. അല്ലെങ്കിൽ നമുക്കൊരു ഏണിങ്സ് കിട്ടുന്ന ഒരു സെക്ഷനാണെങ്കിൽ നമ്മൾ വെറുതെ വിടണ്ട. ഇതുപോലെ സെയിം ഏണിങ്സ് കിട്ടുന്ന വേറെ പ്ലാറ്റ്ഫോം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക താഴത്ത്. ഞാൻ ട്യൂട്ടോറിയൽ ചെയ്യാൻ ശ്രമിക്കാം.